അവര് തോരണം കെട്ടിയും തൂക്കിയും ഒരാകെ ഒരു പണി എന്നുള്ളത് ഓൽക്കത് മതിയാകൂടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹം പറഞ്ഞ സഹോദരന്മാരെ, റബീഉൽ അവ്വൽ മാസം കടന്നു വന്നാൽ നമ്മുടെ നാട്ടിൽ കുറേ ആളുകൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകമായ ഒരു സ്നേഹം കടന്നു വരാനുണ്ട്. ആ സ്നേഹപ്രകടനത്തിൻ്റെ പേരിൽ അവർ പലതും ചെയ്യും. ഈ ചെയ്യുന്ന കാര്യങ്ങൾ പലതും പ്രമാണങ്ങളിൽ ഒരു മാതൃകയുമില്ലാത്ത കാര്യങ്ങളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹം പ്രകടിപ്പിക്കാൻ എന്ന പേരിൽ ആ സ്നേഹപ്രകടനങ്ങൾ ഏതൊക്കെ രൂപത്തിലാണ്? അങ്ങാടികളിൽ വർണ്ണശബളമായ ലൈറ്റുകൾ കത്തിക്കുന്നു, പള്ളികൾ അലങ്കരിക്കുന്നു, അതേപോലെ തന്നെയുള്ള മാർച്ച് പാസ്റ്റ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇത് പാതിരാവരെ നിന്നുകൊണ്ട് രാവിലെ സുബഹി നമസ്കാരം പോലും ഒഴിവാക്കുന്ന അവസ്ഥയിൽ കിടന്നുറങ്ങുന്ന അവസ്ഥാവിഷയം നമ്മുടെ നാട്ടിലെ യുവാക്കൾക്കും കുട്ടികൾക്കുമുണ്ട്. ഇത്തരം പ്രവണതകൾ യഥാർത്ഥത്തിൽ തിരുത്തി കൊടുക്കാനായിരിക്കണം ഒരു പണ്ഡിത നേതൃത്വം ശ്രമിക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, റഹ്മത്തുള്ള ഖാസിമി എന്ന് പറയുന്ന മനുഷ്യൻ, ഈ ആളുകൾക്ക് നിങ്ങൾ എന്ത് തിന്മ ചെയ്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു നന്മയും ചെയ്യേണ്ട, റബീഉൽ അവ്വൽ വരുമ്പോൾ ഇങ്ങനെ കൊടിതോരണം കെട്ടാനും പിന്നെ വിളക്ക് തൂക്കാനും മാത്രം ചെയ്താൽ മതി, ആ ഒരൊറ്റ കാര്യം കൊണ്ട് സ്വർഗത്ത് പോകാൻ കഴിയും എന്ന രൂപത്തിൽ സംസാരിക്കുന്ന സംസാരങ്ങൾ കേട്ടു നോക്കൂ. നമ്മളൊക്കെ പെരി പോയി കടന്നുറങ്ങി. അതേ സമയത്ത് അങ്ങാടിയുള്ള പിള്ളേർ നേരം വെളുക്കുന്നവരെ അവര് തോരണം കെട്ടിയും തൂക്കിയും ഒരാകെ ഒരു പണി എന്നുള്ളത് ഓൽക്കത് മതിയാകൂടോ. ഓരെന്തിനാ അത് ചെയ്തത്? ഇബ്നു തൈമിയ്യ പോലും പറയുന്നത് അവന്റെ ഉദ്ദേശം നല്ലതാണ്. ആരെയാ? സുൽത്താനെയാണ്. മതിയാവോന്. നോക്കൂ സഹോദരന്മാരെ, ഇത്തരം സംസാരങ്ങൾ പണ്ഡിതന്മാരെന്ന് ആളുകൾക്ക് തോന്നുന്ന വ്യക്തികൾ പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് ആളുകൾ നന്മകൾ മത്സരിക്കുന്നത്? ഈ ഒരു മാസത്തിലെ ഈ ഒരു ദിവസത്തിൽ നമ്മൾ ഇങ്ങനെ നമ്മൾക്കിഷ്ടമുള്ള ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയത് നമ്മൾ കഴിച്ചിലാകും എന്നൊരു വിശ്വാസവും ചിന്തയും വിചാരവും ഈ ആളുകളുടെ, കുട്ടികളുടെ, യുവാക്കളുടെ, ജനങ്ങളുടെ മനസ്സിൽ കൊണ്ടിട്ട് കൊടുക്കുമ്പോൾ അവർ പിന്നെ എങ്ങനെയാണ് മറ്റുള്ള ദിവസങ്ങൾ സുബഹി നമസ്കരിക്കാൻ പള്ളിയിലേക്ക് എത്തുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ നന്മകൾ മുന്നേറുന്നത്? അതുകൊണ്ട് ഇത്തരം പ്രവണതകളെ മാറ്റിവെക്കാൻ സന്നദ്ധമാകണമെന്നാണ് പണ്ഡിത നേതൃത്വത്തോട് പറയാനുള്ളത്. ഇനി ഈ പറയുന്ന പ്രവർത്തനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ആഘോഷിക്കുന്ന ഈ ജന്മദിനാഘോഷത്തിൻ്റെ തെളിവുകൾ അന്വേഷിക്കുമ്പോൾ പലരും പലതാണ് പറയാറുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുണ്ടോ, പ്രവാചകൻ ഇങ്ങനെ ആഘോഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, പ്രവാചകൻ്റെ സഹാബികൾ ചേർന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ലാത്തത് കൊണ്ട് തന്നെ സമൂഹത്തിൽ ഓരോരുത്തരും ഓരോന്നാണ് പറയാറുള്ളത്. ന്യായം പറഞ്ഞുകൊണ്ട് വാദിക്കാൻ വേണ്ടിയിട്ടൊക്കെ പലതും പറയുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കുട്ടി മുസ്ലിയാക്കന്മാർ ഇൻസ്റ്റയിലും മറ്റുമൊക്കെ കുറേ മൗലവിമാരും തെളിവിനെ കൊണ്ട് ആളുകളെ കബളിപ്പിക്കാനും അല്ലെങ്കിൽ പേടിപ്പിക്കാനും വെല്ലുവിളിക്കാനും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ നബിദിനാഘോഷത്തിന് ഒരു തെളിവുമില്ല എന്ന് മനസ്സിലായപ്പോൾ ഒരു സാധാരണക്കാരനായ ഒരു കുട്ടി മൂലിയാർ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത അദ്ദേഹത്തിൻ്റെ നബിദിനാഘോഷ തെളിവ് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. കേരളത്തിലെ എല്ലാ വഹാബി മുജാഹിദുകളോടുമാണ് എൻ്റെ ഈ വെല്ലുവിളി. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഏകദേശം രാവിലെ 11 മണിക്കാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്‌രിബിന് ശേഷം, അതായത് 7 മണിക്ക് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും. ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, സലാത്ത് ചൊല്ലുന്നുണ്ട്. എന്നാൽ റബീഉൽ അവ്വൽ 12 മാത്രം സലാത്തും മൗലിദും മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്തുകൊണ്ട് ഞങ്ങൾ ബിദ്അത്ത് ചെയ്യില്ല എന്ന് പറയുന്ന വഹാബികളോടാണ് ഈ വെല്ലുവിളി. ഇന്ന് സുബ്ഹി നിസ്കരിച്ച മുതൽ, അതായത് ഏകദേശം 5:30-6 മണി മുതൽ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന 7 വരെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ 100 സലാത്തെങ്കിലും ചൊല്ലി തീർത്ത മുജാഹിദുകൾ ഉണ്ടെങ്കിൽ ഇതിൽ കമന്റ് ചെയ്യുക. മുത്തുനബിയോട് സ്നേഹമുണ്ടെങ്കിൽ ഈ പോസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എത്ര സ്വലാത്ത് ചൊല്ലുന്ന വെല്ലുവിളിയാണ്. ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ റബീഉൽ അവ്വൽ മാസത്തിൽ മാത്രം ചൊല്ലേണ്ടതാണ് സ്വലാത്ത് എന്നാണ് ചില ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കാൻ പ്രവാചകനെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസമായി കഴിഞ്ഞാൽ അതിന് പ്രത്യേകതയുണ്ട്. നിങ്ങൾ ഈ ദിവസത്തിൽ എൻ്റെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കണം. ഇന്ന സ്വലാത്തക്കും തുഅറദൂന അലയ്യ, നിങ്ങളുടെ സ്വലാത്ത്, നിങ്ങൾ എനിക്ക് വേണ്ടി ചൊല്ലുന്ന സ്വലാത്ത് അത് എൻ്റെ മേൽ പ്രദർശിപ്പിക്കപ്പെടും. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ധാരാളമായി സ്വലാത്ത് ചൊല്ലിക്കൊള്ളുക എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. എത്ര മുസ്ലിയാക്കന്മാർ വെള്ളിയാഴ്ചകളിൽ പ്രവാചകൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലാനുള്ള ഈ ഒരു പ്രേരണ ഉണ്ടാകാറുണ്ട്. എല്ലാ ദിവസവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലണമെന്ന്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അദ്കാറുകളുടെ കൂട്ടത്തിൽ രാവിലെയും വൈകുന്നേരവും ഒക്കെ പ്രവാചകനെ പ്രത്യേകം ഓർക്കാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട്. ഏതൊരു പ്രവർത്തനവും ചെയ്യുമ്പോഴും പ്രാർത്ഥന തുടങ്ങുമ്പോൾ ദിക്ർ തുടങ്ങുമ്പോഴൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടല്ലാതെ അത് ആരംഭിക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു മനുഷ്യൻ ഒരു ദിവസത്തിൽ ധാരാളമായിക്കൊണ്ട് സ്വലാത്ത് ചൊല്ലണമെന്ന് സമൂഹത്തെ പഠിപ്പിക്കുന്ന അതിനെ പ്രേരിപ്പിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ. ആ മുജാഹിദുകൾ എന്താണ് ചെയ്യാറുള്ളത് എന്ന് പോലും അറിയാതെ വെറുതെ വെല്ലുവിളിക്കുക. ഇനി വെല്ലുവിളിച്ചിട്ട് ഈ വെല്ലുവിളിക്ക് കുറേ ആൾക്കാർ ഞാൻ സ്വലാത്ത് ചൊല്ലി എന്ന് പറഞ്ഞാൽ നബിദിനത്തിൽ തെളിവാകുമോ? അല്ലെങ്കിൽ നബിദിനം നിങ്ങൾ ഒഴിവാക്കിയിട്ട് മതിയാക്കി നിർത്തിപ്പോവുമോ? അങ്ങനൊന്നില്ലല്ലോ. ഞങ്ങൾ നബിദിനത്തിൽ തെളിവെന്ന് പറഞ്ഞാൽ നമ്മൾ മുത്തറസൂലിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ്, നിങ്ങളിത് ചൊല്ലാറില്ല എന്നതാണ് നമ്മുടെ നബിദിനാവ് ശരിയാകാനുള്ള തെളിവെന്ന് പറഞ്ഞാൽ അതെവിടെയാണ് ന്യായമാകുന്നത്? പിന്നെ ഇതും കഴിഞ്ഞിട്ട് വലിയ മുസ്ലിയാക്കന്മാർ, തൊപ്പിയിട്ട വലിയ പ്രായമുള്ള മുസ്ലിയാക്കന്മാർ നബിദിനാഘോഷത്തിന് തെളിവുമായി കൊണ്ട് പുതിയ തെളിവുകൾ കൊണ്ടുവരുന്നു. ഞാൻ പറഞ്ഞു, ഓരോ സമയത്തും ഓരോ സന്ദർഭത്തിലും പുതിയ പുതിയ തെളിവുകൾ ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. പ്രവാചകൻ ചെയ്തതുണ്ടെങ്കിൽ എല്ലാ കൊല്ലവും അത് പറഞ്ഞാലും മതി, അല്ലെങ്കിൽ പ്രവാചകൻ ചെയ്തൊരു മാതൃക കാണിച്ചു കളിക്കാനും മതി, അള്ളാഹുവിൻ്റെ ഖുർആനിൽ ആയത്ത് നേരിട്ട് കാണിച്ചു തന്നാൽ മതി. അങ്ങനെ ആയത്തുമില്ല, പ്രവാചകൻ്റെ ഹദീസുമില്ല, സലഫ് സ്വാലികളുടെ മാതൃകയും ഇല്ലാതിരിക്കുമ്പോൾ പലതും പലർക്കും പറയേണ്ടി വരും. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ, ആ റസൂലിൻ്റെ ബർത്ത്ഡേയും മറ്റുള്ള ബർത്ത്ഡേ തമ്മിൽ വേർതിരിച്ചുകൊണ്ട് പ്രവാചകൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാമെന്ന് തെളിവായിക്കൊണ്ട് പ്രായമുള്ള ഒരു മുസ്ലിം പറയുന്ന ഒരു തെളിവ് നിങ്ങൾ കേട്ടു നോക്കൂ. ജന്മദിനാഘോഷങ്ങൾ അങ്ങനെ ഒന്ന് വേണ്ടതുണ്ടോ? ഒരു വർഷത്തിൽ 52 തിങ്കളാഴ്ചകൾ കടന്നു വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു വർഷത്തിൽ 52 മൗലിദുൻ നബി മുസ്ലിം ലോകം ആഘോഷിക്കുന്നുണ്ട് എന്ന്. 52 ആഴ്ചകൾ ഒരു വർഷത്തിൽ ഉണ്ടാകും. അപ്പോൾ 52 തിങ്കളാഴ്ചകൾ ഉണ്ടാകും. അപ്പോൾ 52 മൗലിദുൻ നബി ഉണ്ടാകുമെന്നാണ്. എന്തൊരു തെളിവാണ്! ഒരു വർഷത്തിൽ 52 മൗലിദിന്. ശരി, എത്ര പള്ളികളിൽ അല്ലെങ്കിൽ എത്ര മെമ്പറുകളിൽ ഓരോ തിങ്കളാഴ്ചയും ഇങ്ങനെ മൗലിദ് നബി ആഘോഷിക്കണം, അതുകൊണ്ട് നിങ്ങൾ നോമ്പെടുക്കണമെന്ന് ഉപദേശം കൊടുക്കുന്ന എത്ര മെമ്പറുകൾ, പള്ളി മെമ്പറുകൾ സമസ്തയുടെ പള്ളികളിലുണ്ട്? ഒന്ന് എണ്ണമെടുത്ത് നോക്കൂ നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കണം. പ്രവാചകനോട് തിങ്കളാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ നോമ്പെടുക്കുന്ന കാരണം ചോദിച്ചപ്പോൾ റസൂൽ ഫീഹി ഉലിത്തു, ആ ദിവസമാണ് ഞാൻ ജനിക്കപ്പെട്ടിട്ടുള്ളത്, അഥവാ പ്രവാചകനെ പ്രസവിച്ചത് തിങ്കളാഴ്ച ദിവസമാണ്, അതുകൊണ്ട് തിങ്കളാഴ്ച ദിവസം ഞാൻ നോമ്പുകാരനായിരിക്കാൻ ആഗ്രഹിക്കുന്നു പ്രവാചകൻ പറഞ്ഞു. ആ തിങ്കളാഴ്ചയുടെ നോമ്പിൻ്റെ കാരണമായി പഠിപ്പിച്ചത് പ്രവാചകൻ്റെ ജന്മമാണ്. ആ പ്രവാചകൻ്റെ ജന്മം ഇന്ന ഡേറ്റിലാണെന്ന് റസൂൽ പറഞ്ഞിട്ടില്ല, ദിവസമാണ് പറഞ്ഞത്. ശരി, ആ ദിവസത്തിൽ ചെയ്യുന്ന കാര്യം എന്താണ്? അത് നോമ്പെടുക്കലാണ്. ആ നോമ്പെടുക്കൽ പ്രവാചകൻ പഠിപ്പിച്ചൊരു സുന്നത്താണ്. അപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും നോമ്പെടുക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കലാണ്, അത് പ്രവാചകൻ്റെ ചര്യ പിൻവച്ചലാണ്. എന്നാൽ റബീഉൽ അവ്വൽ 12 അന്ന് ഈ പറയപ്പെട്ട തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കുക എന്നുള്ളത് പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിക്കുവാൻ, മൗലിദ് നബി ആഘോഷിക്കാൻ തെളിവാണെങ്കിൽ മിനിമം ബുദ്ധിയുള്ള ഒരു വ്യക്തി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മിനിമം ഈ തെളിവാണ് പ്രവാചകൻ്റെ ജന്മദിനാഘോഷ തെളിവെങ്കിൽ എന്താണ് പറയേണ്ടത്? ഇത് റബീഉൽ അവ്വൽ 12 വന്നിരിക്കുന്നു, പ്രവാചകൻ്റെ ജന്മദിനമാണ്, റസൂൽ ജന്മദിനത്തിൽ നോമ്പെടുത്തുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചത്, അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ റബീഉൽ അവ്വൽ 12 നോമ്പെടുക്കുകയാണ് വേണ്ടത് എന്ന് എവിടെയെങ്കിലും പറയാറുണ്ടോ? ഈ വർഷം ചൊവ്വാഴ്ചയാണ് നബിദിനമുള്ളത്. എത്ര പള്ളി മെമ്പറുകളിൽ നിന്ന് നിങ്ങൾ ഈ റബീഉൽ അവ്വൽ 12 ചൊവ്വാഴ്ച എല്ലാവരും നോമ്പെടുക്കണം, റസൂൽ നമുക്ക് അങ്ങനെ മാതൃക കാണിച്ചെന്ന് നൽകിയതെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? തിങ്കളാഴ്ച ദിവസം തന്നെ റബീഉൽ അവ്വൽ കടന്നു വന്നാൽ എത്ര ആളുകൾ നോമ്പെടുക്കാറുണ്ട്? നോമ്പെടുക്കാൻ ആരാണ് ആഹ്വാനം ചെയ്യാറുള്ളത്? റബീഉൽ അവ്വൽ 12 അന്ന് പ്രവാചകൻ ജനിച്ചു എന്ന് പറയപ്പെടുന്ന അന്ന് സുബ്ഹിൻ്റെ മുമ്പ് മുതൽ പിന്നെ സ്വലാത്തും അതേപോലെ തന്നെ മൗലിദുകളും തുടങ്ങുകയും ആ മൗലിദ് ഇങ്ങനെ ചൊല്ലിയിട്ട് അതിനുശേഷം ഭക്ഷണം കൊടുക്കുകയും റാലികളിൽ ഭക്ഷണ വിതരണം നടത്തുകയും പള്ളികളിൽ ഭക്ഷണം നടത്തുകയും ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം വിതരണം നടത്തിക്കൊണ്ട് ഭക്ഷിച്ചുകൊണ്ടാണ് ആഘോഷം പൊടിപൊടിക്കുന്നത്. അങ്ങനെ പൊടിപൊടിക്കുന്ന ആഘോഷമായിട്ടാണ് നബിദിനത്തെ ആളുകൾ കണ്ടു മനസ്സിലാക്കിയിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം നോമ്പെടുക്കണമെന്നതാണ് നബിദിനം ആഘോഷിക്കാൻ തെളിവെങ്കിൽ ആളുകൾക്ക് നോമ്പെടുക്കാൻ പഠിപ്പിച്ചുകൊണ്ടല്ലേ ഈ ആഘോഷം ചെയ്ത് കാണിക്കേണ്ടത്? അതുകൊണ്ട് തന്നെ എടുക്കുന്ന തെളിവും ചെയ്യുന്ന പ്രവൃത്തിയും രണ്ടും രണ്ടു വഴിക്കാണ് എന്ന ഒരു കേവല ബോധ്യം ഇവരെ കേൾക്കുന്ന സാധാരണക്കാർക്ക് ഉണ്ടായിരിക്കണമെന്നാണ് സ്നേഹബുദ്ധിയ സൂചിപ്പിക്കുവാനുള്ളത്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 52 ആഴ്ചകൾ കടന്നു വരുന്നത് പോലെ ഏതൊക്കെ സന്ദർഭങ്ങളുണ്ടോ അപ്പോഴെല്ലാം പ്രവാചകൻ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മാഇദയിൽ ഉൻദുർന എന്നുള്ളാഹു പറഞ്ഞ ആയത്തിൻ്റെ തേട്ടമാണ് എന്നൊക്കെയാണ് ഈ മുസ്ലിയാർ വീണ്ടും പറയുന്നത്. കേട്ടു നോക്കൂ നിങ്ങൾ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാ തിങ്കളാഴ്ചയും സുന്നത്ത് നോമ്പ് എടുക്കുന്നതിൻ്റെ പിറകിലെ ഒരു കാരണം വിലാദത്തുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള സന്തോഷ പ്രകടനം ഇതുള്ളതാണ്. ഇതിന് പുറമെയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
ആവശ്യമാകുന്ന സന്ദർഭങ്ങളിലൊക്കെ സഹായത്തിന് കൂട്ടുപിടിക്കുക എന്ന ഉദ്ദേശത്തോടെ മൗലിദ് ഓതിക്കൊണ്ടേയിരിക്കൽ. അത് മങ്കൂസായിരുന്നാലും ശരി, ഷറഫലനാമായിരുന്നാലും ശരി. അതിന് പിന്നെ തിങ്കളാഴ്ചയുടെ കണക്കൊന്നുമില്ല. എപ്പോഴൊക്കെയാണോ ആവശ്യം വരുന്നത് അപ്പോഴൊക്കെ തന്നെ ഖുർആനിലെ സൂറത്തുൽ മാഇദ ആവശ്യപ്പെട്ട ഒരു പ്രഖ്യാപനം, വഖൂലു ഉൻദുർന, ഖുർആൻ്റെ പറച്ചിലാണ്. നിങ്ങൾ പറയണം ഉൻദുർന, തങ്ങൾ പാപ്പ ഞങ്ങളെ വേണ്ടതുപോലെ കെയർ ചെയ്യണമേ. ഗൾഫിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു മങ്കൂസ് മൗലിദ് ഓതുക, കുടിയിരിക്കലിന് മുമ്പ് ഒരു മങ്കൂസ് മൗലിദ്, മറ്റെന്തെങ്കിലും യാത്രക്ക് ഒരുങ്ങുമ്പോൾ ഒരു മൗലിദ്, നാളെ വിത്തിറക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു മൗലിദ്. അതൊക്കെ ഈ ഉൻദുർന എന്നതിൻ്റെ പ്രാക്ടിക്കൽ രൂപമാണ്. അതുകൊണ്ട് യാത്ര പോകുമ്പോൾ, വിദേശത്തേക്ക് പോകുമ്പോൾ, പിന്നെ വിത്തിറക്കുമ്പോഴൊക്കെ നിങ്ങൾ മങ്കൂസ് മൗലിദോ മറ്റു മൗലിദുകളോ ഒക്കെ ചൊല്ലിക്കൊള്ളുക എന്നാണ്. ശരി, ഇതിനാരാണ് മാതൃക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ നമുക്ക് മാതൃക കാണിച്ചിരിക്കേണ്ടത്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ അള്ളാഹു നമുക്ക് മാതൃകയായിക്കൊണ്ട് പറഞ്ഞയച്ചിട്ടുള്ളത്? ഖുൽ അത്തിഉല്ലാഹ് വഅത്തിഉർ റസൂൽ, റസൂലെ നിങ്ങൾ പറയണം അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കൂ, റസൂലെ നിങ്ങൾ അനുസരിക്കൂ എന്ന് നിങ്ങൾ റസൂലെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കൂ എന്നാണ്. വമാ ആതാകുമുർ റസൂൽ ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു, നിങ്ങൾ പ്രവാചകനെ കൊണ്ടുവന്ന് സ്വീകരിക്കണം, പ്രവാചകൻ ഒഴിവാക്കിയത് നിങ്ങൾ ഒഴിവാക്കണം, ആ പ്രവാചകനെ നിങ്ങൾ പിൻപറ്റണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റപ്പെടാൻ വേണ്ടിയാണ് അള്ളാഹു പറഞ്ഞയച്ചിട്ടുള്ളത്. ആ പ്രവാചകൻ ഇതിനെന്ത് മാതൃകയാണുള്ളത്? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഹിജറ പോയി, സഹാബികളൊക്കെ പറഞ്ഞയച്ചു. മുഹറം മാസം മുതൽ തന്നെ സഹാബികൾ ഹിജറ പോയി കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ശരി, ഏത് സഹാബിയാണ് ഹിജറ പോകുമ്പോൾ ഒരു മൗലിദ് ഓതിയിട്ട് പോയിട്ടുള്ളത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറക്ക് വേണ്ടി പറഞ്ഞയച്ചിട്ട് ഇതാ നമ്മൾ ഹിജറ പോകാൻ തുടങ്ങിയാണ്, അതുകൊണ്ട് എല്ലാവരും കൂടിയിരിക്കണം, നമുക്കൊരു മൗലിദ് ചൊല്ലിയിട്ട് നമുക്ക് പോകാം എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞേച്ച് നമുക്ക് കാണാൻ വേണ്ടി സാധ്യമാകുമോ? റസൂൽ പോകുമ്പോൾ അങ്ങനെ മൗലിദ് ചൊല്ലി പോയത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുമോ? ശരി, അതൊക്കെ കഴിഞ്ഞ് മദീനയിലേക്ക് എത്തിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല സഹാബികളെയും പല നാടുകളിലേക്കും ദൗത്യവാഹക സംഘത്തിൻ്റെ നേതാക്കന്മാരെ കൊണ്ട് സംഘം ചേർന്നുകൊണ്ട് ദഅവത്തിന് വേണ്ടി പറഞ്ഞയച്ചിട്ടുണ്ട്, ഒരു യാത്ര പറഞ്ഞയച്ചിട്ടുണ്ട്. ശരി, ഏത് യാത്ര പോകുമ്പോൾ റസൂൽ സഹാബികളൊക്കെ കൂട്ടിയിട്ട് ഒരു മങ്കൂസ് മൗലിദ് ഓതിയത്, അല്ലെങ്കിൽ ഷറഫുൽ ഓതിയത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മൗലിദ് ചൊല്ലിയിട്ട് പറഞ്ഞയച്ചത്? എവിടെയാണ് മാതൃക കാണിക്കാൻ കഴിയുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിലില്ലാത്ത, പിൽക്കാലഘട്ടത്തിൽ എപ്പോഴോ ആരൊക്കെയോ എഴുതി വെച്ച, അതിൽ തന്നെ ശിർക്കിൻ്റെ ഒരുപാട് വചനങ്ങളടങ്ങിയ ഇത്തരം വാചകങ്ങൾ, ഇത് തെളിവാണ് എന്ന് പറയുന്നത് എന്തു മാന്യതയാണുള്ളത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു നൽകിയിട്ടില്ലാത്ത ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളോട് ഒന്ന് മാത്രമാണ് പറയാറുള്ളത്, അത് എൻ്റെ വാചകമല്ല, മുജാഹിദുകളുടെ വാചകമല്ല. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാമു ദാറുൽ ഹിജ്റ എന്നറിയപ്പെട്ട മദ്ഹബിൻ്റെ ഇമാമുകളിൽ രണ്ടാമത്തെ വ്യക്തിത്വമായി അറിയപ്പെട്ട ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലാഹ്, അദ്ദേഹം പറഞ്ഞു, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ, ആരെങ്കിലും ഇസ്ലാമിൽ ഒരു ബിദ്അത്ത് തുടങ്ങി, അത് നബിദിനമാകട്ടെ, മങ്കൂസ് മൗലിദാകട്ടെ, യാത്ര പോകുമ്പോൾ ഷറഫുൽ അനാം മങ്കൂസ് മുറന്ന മൗലിദ് സിസ്റ്റം ആകട്ടെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ബിദ്അത്ത്, പ്രവാചകൻ ചെയ്യാത്ത പുത്തനാചാരം ഒരാൾ കൊണ്ടുവന്നു, യറാഗ ഹസന, ഓനത് കൊണ്ടുവരുമ്പോൾ ഓൻ്റെ ചിന്ത എന്താണ്, ഓൻ്റെ വർത്തമാനം എന്താണ്, ഓൻ്റെ താല്പര്യം എന്താണ്, ഇത് നല്ലതല്ലേ എന്നാണ്. റസൂൽ നബിയുടെ സ്വലാത്ത് ചൊല്ലൽ നല്ലതല്ലേ? ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കൽ നല്ലതല്ലേ? പ്രവാചകനെ ഓർക്കൽ നല്ലതല്ലേ? ദഫ് മുട്ടലും കുട്ടികൾക്ക് പ്രവാചകന് സ്നേഹം ഉണ്ടാക്കി കൊടുക്കൽ നല്ലതല്ലേ? എന്നിങ്ങനെ നല്ലതല്ലേ 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 എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആളുകൾ ബിദ്അത്തിന് ചെയ്യുന്നത് എങ്കിൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, അവൻ്റെ വാദം എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചിട്ടുണ്ട് എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീന് പൂർത്തിയാക്കിയിട്ടാണ് പോയിട്ടുള്ളത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇന്നേ ദിവസം ദീന് പൂർത്തിയാക്കി, ഇസ്ലാമിന് നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് നൽകിയിരിക്കുന്നുവെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ സൂറത്തുൽ മാഇദയുടെ 3-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് ഇപ്പോഴും പാരണ ചെയ്യുന്ന രൂപത്തിൽ പ്രഖ്യാപിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ ഹജ്ജത്തുൽ വിദായിൽ ഒരുമിച്ച് കൂടിയ സഹാബികൾക്ക് മുമ്പിൽ ഇത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയും കൂലിയുള്ള ഒരു നബിദിനാഘോഷം, എത്രയാണ് കൂലി? വലിയ പെരുന്നാളിനേക്കാൾ, 2 പെരുന്നാളിനേക്കാൾ, അല്ലെങ്കിൽ പിന്നെ ലൈലത്തുൽ ഖദറിനേക്കാൾ കൂലിയുള്ള, പുണ്യമുള്ള, ഹസനത്തായ ഒരു കാര്യം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് തരാതെ, പ്രവാചകൻ കൂലിയുള്ള കാര്യം പഠിപ്പിക്കാതെ വഞ്ചന കാണിച്ചു എന്നാണ് അവന് പ്രവാചകൻ്റെ മേൽ കെട്ടി ആരോപിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ കൃത്യമായി മനസ്സിലാക്കിയ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞ വാചകമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ലാത്ത, പ്രവാചകൻ സഹാബികൾ പഠിപ്പിച്ചിട്ടില്ലാത്ത, ഉത്തമ തലമുറയിലെ ആരും ചെയ്തിട്ടില്ലാത്ത, നമ്മുടെ മുൻഗാമികളായ ആരും, കേവലം നമ്മൾ ഷാഫിയാക്കണമെന്ന് പറയുന്ന ആളുകൾ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പോലും ചെയ്തിട്ടില്ലാത്ത ഈ കാര്യം
പരിപൂർണമായി മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. കേവല ബുദ്ധി കൊടുത്ത് ചിന്തിക്കുക. നമുക്ക് പരലോകത്ത് രക്ഷയാണോ വേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ചര്യയെ, സുന്നത്തിനെ, മാർഗത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.